ഹായ്, നമസ്കാരം. ഞങ്ങൾ രാമനാഥപുരത്തെ വിവിധ സ്ഥലങ്ങളൊക്കെ കണ്ട് അവസാനം നമ്മുടെ ലിസ്റ്റിലുള്ളതായിരുന്നു ചിത്രാംകുടി ബേർഡ് സാഞ്ചുറി. ഇങ്ങനെ ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അതിന് എത്രമാത്രം വലിപ്പമുണ്ടെന്നോ അത് എങ്ങനത്തെ ബേർഡ് സാഞ്ചുറി ആണെന്നോ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ സമയം ഏകദേശം 4 മണിയായി. ചിത്രാംകുടി കൂടി കണ്ടതിന് ശേഷം നേരെ തിരിച്ച് കൊല്ലത്തിന് പോകണം. ഏകദേശം 8-9 മണിക്കൂറത്തെ ഡ്രൈവ് മാത്രമുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു നല്ല സ്ഥലമാണെന്ന്. ഒരു വലിയ ഏരിയ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നു. അവിടെ വിവിധ തരം ചെടികളും മരങ്ങളും വളർന്നു നിൽക്കുന്നു. വിവിധ തരം പക്ഷികൾ പാറിപ്പറക്കുന്നു, കൂടാതെ വെള്ളത്തിൽ നീന്തുന്നു. മൊത്തത്തിൽ ഒരു അടിപൊളി വൈബ്. ആ പ്രദേശത്ത് എത്തിയപ്പോൾ ഞങ്ങളൊരു ഓഫീസൊക്കെ പ്രതീക്ഷിച്ചാണ് എത്തിയത്. എന്നാൽ അങ്ങനെയൊന്നും കണ്ടില്ല. റോഡിൻ്റെ ഒരു സൈഡ് തണ്ണീർത്തടമാണെങ്കിൽ മറ്റേ വശം ഒരു ശാന്തസുന്ദര ഗ്രാമമാണ്. நாங்கள் தனால ஆடு மாடு மேய்த்துக்கு தெரியும். நாங்கள் என்ன ஓட்டம் எடுத்துட்டு போறீங்க? ரொம்ப சுந்தரி, ரொம்ப சுந்தரி. உன்னோட சரி பாப்பா. അങ്ങനെ അവിടുത്തെ ഗ്രാമീണരോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാച്ച് ടവറിൽ കയറി കുറേ മനോഹര കാഴ്ചകളൊക്കെ പകർത്തിയതിനേക്കാളും മനോഹരമായിരുന്നു നേരിട്ടുള്ള കാഴ്ചകൾ. അതൊക്കെ പകർത്തി നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴാണ് മനോഹരമായ മറ്റൊരു കാഴ്ച കാണുന്നത്. ഒരു അടിപൊളി പാടവും വൈകുന്നേരത്തെ സൂര്യപ്രകാശവും മഞ്ഞ നിറമൊക്കെ ചേർന്ന് നല്ലൊരു ആംബിയൻസ്. അങ്ങനെ വാച്ച് ടവറിൽ നിന്നും താഴെ ഇറങ്ങി റോഡിലൂടെ മുന്നോട്ട് പോയി. ഒരു ചെറിയ ജംഗ്ഷനിൽ വണ്ടി പാർക്ക് ചെയ്തു. ആ മനോഹര ദൃശ്യം പകർത്താനും ആസ്വദിക്കാനും വേണ്ടി ഞാൻ നേരെ പാടത്തേക്ക് പോയി. അവിടെ അപ്പോൾ കൊയ്ത്ത് നടക്കുകയായിരുന്നു. പാടത്തേക്ക് ചെന്നപ്പോൾ ആദ്യം കണ്ടുമുട്ടിയത് ദേ ഈ ഒരു അപ്പൂപ്പനെയാണ്. ഹായ് സൊല്ലുങ്കോ. ഹായ്. ആ അപ്പൂപ്പൻ വളരെ സ്നേഹത്തോടെയായിരുന്നു സംസാരിച്ചത്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് തന്നെ ഞാൻ പാടത്തേക്ക് ഇറങ്ങി നടന്നു. ഇവിടെ കുറച്ചു പേർ ആടുകളെ മേയ്ക്കാൻ വന്നവരാണ്. ഈ ചാക്കുകെട്ടുകൾ നെല്ല് ശേഖരിച്ച് വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇന്ന് കൊയ്ത നെല്ലെല്ലാം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊയ്ത്ത് നേരിട്ട് കാണുന്നത്. അവിടുത്തെ ഗ്രാമീണരോട് ചോദിച്ചിട്ട് അതിൻ്റെ രീതികളൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇതാണ് കൊയ്ത്ത് യന്ത്രം. ഇതുപയോഗിച്ച് കൊയ്തിട്ട് അതിൽ നിന്ന് നെല്ലും പതിരും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് വൈക്കോൽ താഴെയിടും. നെല്ല് ആ മെഷീൻ്റെ ഉള്ളിൽ തന്നെ കളക്ട് ചെയ്യും. ഈ മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും കൊക്കുകൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. ഈ മെഷീനിൽ നിന്നും വീഴുന്ന നെല്ലൊക്കെ പറക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കുകൾ കൂടെ നടക്കുന്നത്. ഇനി കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം കളക്ട് ചെയ്ത നെല്ല് പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. പാടത്തിൻ്റെ മുതലാളിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇത് IR36 എന്ന ഇനം പച്ചരിയാണ് ഇഡ്ലി, ദോശ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇനി പാടത്ത് കിടക്കുന്ന വൈക്കോലൊക്കെ മാറ്റാൻ മറ്റൊരു മെഷീനുണ്ട്. അവൻ ഈ വൈക്കോലൊക്കെ പാടത്ത് നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് കറക്കി ഒരു ബണ്ടിലാക്കും. ഇതന്നെ ഡ്രോപ്പ് ചെയ്യും. അത് കാണാൻ നല്ല രസമാണ്. അതാണ് ഈ പാടം മുഴുവൻ ഈ കിടക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം വളരെ നല്ല സന്തോഷത്തിലായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുമായി നല്ല ആത്മബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ വീട്ടിലെ വിശേഷം മുഴുവൻ അവർ ചോദിച്ചറിഞ്ഞു. എനിക്കാണെങ്കിൽ തമിഴ് തീരെ വശമില്ല. എന്നാലും അവർ പറഞ്ഞ തമിഴ് എനിക്കും ഞാൻ പറഞ്ഞ മലയാളം അവർക്കും നന്നായിട്ട് മനസ്സിലായി. അവർ അവസാനം എൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ വരെ പറഞ്ഞു.
ഞാൻ അവിടുന്ന് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഒരു ചേച്ചി അവരുടെ മൂത്ത സഹോദരിയെ വന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. നല്ല സുന്ദരിയായ ഒരമ്മ. അവരുടെ കമ്മൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവർ ഇടുക്കിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം ആ അമ്മ എന്നോട് ഇന്നെടുത്ത വീഡിയോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. എൻ്റെ ക്യാമറയുടെ സ്ക്രീൻ വളരെ ചെറുതാണ്, എന്നാലും ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു. അവർക്കത് വ്യക്തമായോ എന്തോ അതെനിക്ക് അറിഞ്ഞുകൂടാ. അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മടങ്ങി. അവിടെ നിന്ന് പോരുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ലൈഫിൽ എനിക്ക് കിട്ടിയ നല്ലൊരനുഭവം.